നമസ്കാരം. ചാനൽ 5+ലേക്ക് സ്വാഗതം. ഞാൻ നാസർ ബേപ്പൂർ. കോഴിക്കോട് ജില്ലയിൽ ഒരു ഗോവയുണ്ട്, മിനി ഗോവ. ഗോവയിൽ പോകാൻ പണവും സമയവും സൗകര്യവും ഒന്നുമില്ലാത്തവർക്ക് പോകാവുന്ന ഇടം, പെട്ടെന്ന് പോയി വരാവുന്ന തീരം. ഗോവയെപ്പോലെ തന്നെ മനോഹരമായൊരു തീരമാണ് ഇത്, കോളാവിപ്പാലം ബീച്ച്. പക്ഷേ ഗോവയെപ്പോലെ അല്ല. അല്പവസ്ത്രധാരികളായ മനുഷ്യരൊന്നും ഇവിടെ കാണില്ല. ആദ്യം പറയാം, അത് മോഹിച്ചു പോയാൽ ഒരു കാര്യവും ഇല്ല കേട്ടോ. ഇവിടം ഗോവയെപ്പോലെ വർണ്ണാഭവുമല്ല. പക്ഷെ ഒന്ന് വികസിപ്പിച്ചാൽ ഗോവയെപ്പോലെ ഇവളും സുന്ദരിയാകുമെന്ന കാര്യം എനിക്കുറപ്പാണ്. പക്ഷെ ഇപ്പോൾ ഇവിടെ വിനോദസഞ്ചാരികളൊന്നും അധികമായി എത്തുന്നില്ല. കാരണം ഇങ്ങോട്ട് നേരിട്ട് വാഹന സൗകര്യമില്ല. വാഹനത്തിൽ നിന്നും ഇറങ്ങി അല്പദൂരം നടക്കണം. അതുകൊണ്ടാണ് ഇതിനെ രഹസ്യ തീരം എന്ന് പലരും വിളിക്കുന്നത്. നമുക്കൊന്ന് പോയി നോക്കാം ഈ രഹസ്യ തീരത്തിലേക്ക്, കോഴിക്കോട്ടെ മിനി ഗോവയിലേക്ക്, കോളാവിപ്പാലം ബീച്ചിലേക്ക്. ഇത് കോളാവിപ്പാലം ബീച്ച് വടകര സാൻഡ്ബാഗ്സ് ബീച്ചിൻ്റെ നേരെ എതിർഭാഗത്തുള്ള നിറയെ മരങ്ങൾ വളരുന്ന തീരം. കുറ്റ്യാടിപ്പുഴയും അറബിക്കടലും കൂടിച്ചേരുന്ന അഴിമുഖം. ഒരു ഭാഗത്ത് സമുദ്രം, മറുഭാഗത്ത് പുഴ. അതിനു നടുവിൽ മനോഹരമായൊരു തീരം. തീരത്ത് വളരുന്ന കണ്ടൽക്കാടുകളും മരങ്ങളും. കോഴിക്കോട് ജില്ലയിലെ പയ്യോളിയിൽ നിന്നും ഏതാനും കിലോമീറ്ററുകൾ സഞ്ചരിച്ചാൽ ഇവിടെ എത്താം. കോഴിക്കോടിൻ്റെ മിനി ഗോവ എന്നാണ് പേരെങ്കിലും പക്ഷെ ഞാൻ എത്തിയപ്പോൾ ഗോവയിലെ പോലെ ടൂറിസ്റ്റുകളെ ആരെയും ഇവിടെ കണ്ടില്ല. ഉള്ളത് ഇതിൻ്റെ സൗന്ദര്യം അറിയാവുന്ന പരിസരവാസികൾ മാത്രം. കാരണം കോഴിക്കോട്ടുകാർക്ക് പോലും കോളാവിപ്പാലം ബീച്ചിനെ കുറിച്ച് അധികമൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ അവർ ഇവിടെ എത്തുന്നുമില്ല. ഒഴുക്കും ആഴവും കുറഞ്ഞ തെളിഞ്ഞ വെള്ളമണൽ തീരമാണിത്. പക്ഷേ അത് വിചാരിച്ച് കടലിൽ കുളിക്കാനിറങ്ങിയാൽ അപകടമാണ്. സൗന്ദര്യം ഉള്ളിലൊളിപ്പിച്ച ഒരു യക്ഷിയാണ് ഇവൾ. ഓരോ വർഷവും എത്രയോ പേരുടെ ജീവനെടുത്ത യക്ഷി. 2020-21 മാത്രം 102 പേരാണ് ഇവിടെ മുങ്ങി മരിച്ചത്. ഇതോടെ സർക്കാർ ഇവിടെ കുളിക്കുന്നത് നിരോധിച്ചിട്ടുണ്ട്. ആരെങ്കിലും അനധികൃതമായി ഇവിടെ കുളിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ പോലീസിനെയും നിയോഗിച്ചിട്ടുണ്ട്. കോളാവിപ്പാലം കാഴ്ചയ്ക്ക് അതിമനോഹരമാണ്, ഗോവയെപ്പോലെ മനോഹരം. ഈ സൗന്ദര്യം ലോകമറിയണമെന്ന ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ കേരള സർക്കാർ കോളാവിപ്പാലം ടൂറിസം മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത്. മിഷൻ 2025 പദ്ധതിയിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. സാൻഡ്ബാഗ്സ്, കുഞ്ഞാലിമരക്കാർ മ്യൂസിയം, മിനി ഗോവ, ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജ്, ബോട്ട് ജെട്ടി, വെഡിംഗ് ഡെസ്റ്റിനേഷൻ, ടെൻറ്റുകൾ, നടപ്പാത എന്നിവയെല്ലാം ഉൾപ്പെടുന്നതാണ് കോളാവിപ്പാലം ടൂറിസം മാസ്റ്റർ പ്ലാൻ. കോളാവിപ്പാലത്തിൻ്റെ വികസനം സാധ്യമാക്കുന്ന പദ്ധതി. പദ്ധതി പൂർത്തിയാകുന്നതോടെ കോളാവിപ്പാലത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറും. ആ പ്രതീക്ഷയിലാണ് കോളാവിപ്പാലം ബീച്ച് സംരക്ഷണ സമിതിയും. ഞാനും ആ പ്രതീക്ഷയിൽ തന്നെയാണ് ഈ തീരത്തോട് വിട പറഞ്ഞത്. വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ.